This is Vijita, nurse instructor at Adina Coaching Center. NCLEX RN hard DHA, MOH and Prometric exams ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഡയബറ്റീസ് മെലിറ്റസ്. ഈ വീഡിയോയിൽ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഇതിലെ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ എന്താണ് ഡയബറ്റീസ്? Diabetes is a chronic metabolic disorder characterized by persistent hyperglycemia due to deficiency of insulin or lack of insulin. അതായത് ഇൻസുലിൻ്റെ അളവ് താരതമ്യേന കുറയുന്നത് മൂലമോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അഭാവം മൂലമോ ബ്ലഡ് ഷുഗർ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഡയബറ്റീസ്. കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തിന് വേരിയേഷൻ ഉണ്ടാവുകയും അതുവഴി എപ്പോഴും നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്, ക്രോണിക് കണ്ടീഷൻ ആണ് ഡയബറ്റീസ്. സാധാരണയായിട്ട് 4 തരത്തിലുള്ള ഡയബറ്റീസ് ആണ് നമ്മൾ കാണുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആൻഡ് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, GDM, gestational diabetes, normally pregnancyയിൽ 20th week of gestation കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു തരം ഡയബറ്റീസ് ആണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആൻഡ് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. ഓക്കെ, സോ ഇതിൽ GDM ആൻഡ് മോഡി ഇത് രണ്ടും ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. ബേസിക് മെയിൻ ടൈപ്പ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അതർവൈസ് കൺസിഡേർഡ് ആസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ്. സോ വാട്ട് ഈസ് ദിസ് ഓട്ടോ ഇമ്മ്യൂൺ? ഓട്ടോ ഇമ്മ്യൂണിറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം റാപ്പിഡായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മളുടെ ബോഡിയിൽ തന്നെ നോർമൽ സെല്ലിനെ ഒരു ഫോറിൻ ബോഡി എന്ന് കണക്കാക്കി അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആവശ്യമുള്ളത്? അതായത് നമ്മുടെ ബോഡിയിലേക്ക് പുറമേ നിന്ന് എന്തെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ അതിനെ നമുക്ക് ഫോറിൻ ബോഡീസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡീസ് വൈറസ് ആയിട്ടോ ബാക്ടീരിയ ആയിട്ടോ എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഈ ഫോറിൻ ബോഡിയെ ഫൈറ്റ് ചെയ്ത് നമ്മളുടെ ബോഡിയെ ആ ഫോറിൻ ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ വൈറസിൽ നിന്നും അല്ലെങ്കിൽ ബാക്ടീരിയയിൽ നിന്നും രക്ഷിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും നമ്മളുടെ ബോഡിയിൽ നോർമൽ സെല്ലിനെ ഫോറിൻ ബോഡി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഒരുപാട് അസുഖങ്ങൾ വരാം. അതിൽ ഒരു പോയിന്റ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ്. അതായത് ഒരു കുഞ്ഞിന് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ക്രിയേറ്റഡ് ആവുന്ന ആൻറ്റിബോഡീസ് ആണ് ബേസിക്കലി ഈ ബീറ്റ സെൽ ഡിസ്ട്രക്ഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദിസ് ബീറ്റ സെൽ? നമ്മൾ ഒന്ന് പറഞ്ഞു, ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ആണ്. അത് വഴിയായിട്ട് എന്ത് സംഭവിക്കും? ബീറ്റ സെൽ ഡിസ്ട്രക്ഷൻ. സോ നമുക്ക് മനസ്സിലാക്കണം എന്താണ് ബീറ്റ സെൽ. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് എൻഡോക്രൈനൽ ഗ്ലാൻഡ്സ് ഉണ്ട്. അതിൽ ഒരു എൻഡോക്രൈനൽ ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് എൻഡോക്രൈനൽ ഗ്ലാൻഡ് അല്ലാതെ എക്സോക്രൈനൽ ഗ്ലാൻഡ് ആയിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഹെറ്ററോ ഗ്ലാൻഡ് എന്ന് പറയും. സോ ഈ പാൻക്രിയാസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. സോ അതിൽ 2 ടൈപ്പ് ഓഫ് സെൽ ആണ്. വൺ ഇസ് ആൽഫ സെൽ ആൻഡ് സെക്കൻഡ് ഇസ് ബീറ്റ സെൽ. വേറാസ് ഈ ആൽഫ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ ആൻഡ് ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഹോർമോൺ ആണ് ഇൻസുലിൻ. ഓക്കെ, അപ്പം പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസിൽ ഒരു 2 ബേസിക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആണ് ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ. സോ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ആൽഫ സെൽസ് പ്രൊഡ്യൂസസ് ഗ്ലൂക്കഗോൺ ആൻഡ് ബീറ്റ പ്രൊഡ്യൂസസ് ഇൻസുലിൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഈ രണ്ട് ഹോർമോൺസ് ഗ്ലൂക്കോഗോൺ ആൻഡ് ഇൻസുലിൻ ഈ രണ്ട് ഹോർമോൺസിന്റെയും ഫങ്ഷൻസ് എന്താണ്? ബേസിക്കലി ഈ രണ്ട് ഹോർമോൺസും ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാനായിട്ട്, ബ്ലഡിലെ ഷുഗറിന്റെ ലെവല് ബാലൻസ് ചെയ്ത് നോർമൽ ലെവലിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത് രണ്ടും. സോ എങ്ങനെയാണ് ഈ രണ്ട് ഹോർമോൺസും ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലി നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിന്റെയും ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ്. ഓക്കെ, സോ ഈ ഗ്ലൂക്കോസ് ഒരു നിശ്ചിത എമൗണ്ട് ആണ് ബ്ലഡിലുള്ളത്. റിമൈനിങ് എൻറ്റയർ ഗ്ലൂക്കോസ് will be stored in the cell. Okay, അപ്പോൾ നോർമലി നമ്മുടെ ഈ ഗ്ലൂക്കോസ് എല്ലാം സെൽസിനകത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് സെൽസിനകത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? കാരണം ഓരോ സെല്ലിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഫങ്ഷൻ ചെയ്യുവാനായിട്ട് വേണ്ടുന്ന ഒരു കോമ്പോണൻ്റ് ആണ് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് ഓക്സിജൻ. സോ ഈ ഗ്ലൂക്കോസ് വൺസ് നമ്മുടെ സെല്ലിനകത്തേക്ക് സ്റ്റോർ ചെയ്യുമ്പോഴാണ് സെൽസിന് എനർജി റിസീവ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫോർ എക്സാമ്പിൾ ഇതൊരു സെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ സെൽസിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സെൽസിന് രണ്ട് പാത്വേസ് ഉണ്ട്. വൺ ഇസ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ആൻഡ് സെക്കൻഡ് ഇസ് ഗ്ലൂക്കോസ് പാത്വേ. ക്ലിയർ? സോ ബേസിക്കലി ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കോമൺലി കാണുന്നത് സ്കെലറ്റൽ മസിൽസിൽ, ഹെപ്പറ്റോസൈറ്റ്സ് ദാറ്റ് മീൻസ് ലിവർ സെൽസിൽ, ആൻഡ് ദെൻ അഡിപ്പോസൈറ്റ്സ് അതായത് അഡിപ്പോസ് ടിഷ്യൂസിലൊക്കെയാണ് നോർമലി ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കാണുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ സെൽസിലുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഇൻസുലിനെ അട്രാക്ട് ചെയ്യും. ക്ലിയർ? സോ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ മൂവ് ചെയ്യുന്നു ബ്ലഡിലൂടെ. സെൽസിലെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഇൻസുലിനെ അട്രാക്ട് ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ ബൈൻഡ് വിത്ത് റിസപ്റ്റേഴ്സ്. സോ ഇൻസുലിൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഓരോ സെല്ലിലുമുള്ള ഗ്ലൂക്കോസ് പാത്വേ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും ബ്ലഡിലെ എക്സ്ട്രാ ഗ്ലൂക്കോസ് വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ സെൽ ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. കൺഫ്യൂസ്ഡ് ആവരുത്. ബ്ലഡിലെ ഗ്ലൂക്കോസ് സെല്ലിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ്. ക്ലിയർ ആയോ? ഇൻസുലിൻ റിസപ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടെയാണ് ബ്ലഡ് ഗ്ലൂക്കോസിന് സെൽസിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മളുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗറിന്റെ അളവ് കുറയുമ്പോൾ, ദാറ്റ് മീൻസ് നമ്മൾ സ്റ്റാർവേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ ഏതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും അല്ലേ? അങ്ങനെ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസ് ദാറ്റ് ഈസ് ഗ്ലൈക്കോജൻ, ഈ ഗ്ലൈക്കോജൻ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. മനസ്സിലായോ? ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് തിരിച്ചു വരും. ക്ലിയർ? സോ ഇങ്ങനെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കോസ് തിരിച്ച് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. സോ കൺഫ്യൂസ്ഡ് ആവരുത്. ഇൻസുലിൻ ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്ട്രാ ഗ്ലൂക്കോസിനെ സെൽസിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കഗോൺ ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെ ആവശ്യമനുസരിച്ച് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അത് ഏത് ടൈമിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്? ഹൈപ്പോഗ്ലൈസീമിക് സിറ്റുവേഷനിൽ. ക്ലിയർ? ഇനി ഈ ഗ്ലൂക്കഗോൺ ബേസിക്കലി ഈ ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്നത് ഹെപ്പറ്റോസൈറ്റ്സിൽ നിന്നായിരിക്കും. കാരണം ലിവർ സെൽസ് ആണ് പെട്ടെന്ന് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, സോ ഗ്ലൂക്കഗോൺ is balancing blood sugar level, the same way insulin also doing the same function. Clear? പക്ഷെ ഇത് രണ്ടും ചെയ്യുന്നത് രണ്ട് രീതിയിലാണെന്ന് മാത്രം. ടൈപ്പ് 1 ഡയബറ്റീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ആണ്. സോ അതിൽ ബീറ്റ സെൽ ഡിസ്ട്രക്റ്റഡ് ആയി, ബീറ്റ സെൽ ഡിസ്ട്രക്ട് ആകുമ്പോൾ ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിന്റെ അളവ് കുറയുന്നു. ആൻഡ് ബേസിക്കലി ഇത് കുട്ടികളിൽ സംഭവിക്കുന്ന ഡയബറ്റീസ് ആണ്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നോർമലി അഡൽട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡയബറ്റീസ് ആണ്. അതായത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും അക്യൂർ ആവുന്ന ഒരു ഡയബറ്റീസ് ആണ്
ടൈപ്പ് 2 ഡയബറ്റീസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് ഇൻസുലിൻ്റെ അളവ് കുറയുന്നു, അതായത് ഇംബാലൻസ് ഇൻ ഇൻസുലിൻ ലെവൽ ആൻഡ് സെൻസിറ്റിവിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ഇൻസുലിൻ്റെ അളവ് കുറയുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 തമ്മിലുള്ള വ്യത്യാസം ടൈപ്പ് 1 കുട്ടികളിൽ സംഭവിക്കുന്നു, എന്നാൽ ടൈപ്പ് 2 അഡൽട്ടിൽ ഡെവലപ്പ് ചെയ്യുന്നു. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ആണ്, ഇൻ വിച്ച് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആവുന്നു അല്ലെങ്കിൽ എക്സ്ട്രീം ലോ ലെവലിൽ. എന്നാൽ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ കോസസ് ഫോർ ഡയബറ്റീസ്. ബേസിക്കലി ഇൻഫെക്ഷൻ ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ വേഴ്സൺ ചെയ്യിപ്പിക്കുന്നു. സോ ഇൻഫെക്ഷൻ ഒരു റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹെറിഡിറ്ററി ഒരു കാരണമാണ്, പിന്നെ കുട്ടികളിലാണ് ഇത് നോർമലി ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസിന്റെ റീസൺ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫോർ മോസ്റ്റ് റീസൺ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വിച്ച് ഇൻക്ലൂഡ് ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിംഗ്, പിന്നെ യൂസ് ഓഫ് ഡ്രഗ്സ്, ഓക്കെ, പിന്നെ എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുക, ഇതെല്ലാം സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡൽട്ടിലാണ് അത് 30s കഴിയുമ്പോൾ അല്ലെങ്കിൽ 35s കഴിയുമ്പോഴാണ് കോമൺലി ഈ ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഡെഫിനറ്റ്ലി ഫാമിലി ഹിസ്റ്ററി ഒരു ലീഡിങ് കോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്, അതായത് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ സയൻസും ടൈപ്പ് 2 ഡയബറ്റീസിന്റെ സയൻസും, ഇതിൽ രണ്ടിന്റെയും ഡിഫറൻസ് ആൻഡ് കോമൺ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ടൈപ്പ് 1 ഡയബറ്റീസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്ലാസിക്കൽ സൈൻ ആണ് വെയിറ്റ് ലോസ്, അതായത് ഇൻസുലിന്റെ അളവ് കുറയുന്നതിന്റെ അല്ലെങ്കിൽ ഇൻസുലിൻ ആബ്സെന്റ് ആവുന്നതിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് സ്റ്റോറേജ് ഇല്ലാതിരിക്കുകയും അതുവഴി ഫാറ്റി ആസിഡ് ഡെവലപ്മെന്റ് കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. എന്നാൽ വെയിറ്റ് ഗെയിൻ ആണ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഒരു സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ടൈപ്പ് 2 ഡയബറ്റീസിൽ കാണുന്ന ഒരു സൈൻ ആണ് വെയിറ്റ് ഗെയിൻ, അതായത് ഇത് നമ്മൾ അഡൽട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡയബറ്റീസ് ആയതും പ്ലസ് ഇൻസുലിന്റെ അളവ് താരതമ്യേന കുറവായതുകൊണ്ട് സ്റ്റോറേജ് ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വെയിറ്റ് ഗെയിൻ ഒരു സൈൻ ആയിട്ട് കാണാം. ഇത് കൂടാതെ തന്നെ വെയിറ്റ് ഗെയിൻ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റിസ്ക് ഫാക്ടർ കൂടെയാണ്. അതായത് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കും. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസുലിൻ റിസപ്റ്റേഴ്സ് നോർമലി സ്കെലറ്റൽ മസിൽസിലും ഹെപ്പാറ്റിക് സെൽസിലും അതുപോലെ തന്നെ അഡിപ്പോസൈറ്റ്സിലുമാണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കോമൺ ആയിട്ട് കാണുന്നത്. സോ ഒബേസിറ്റി ഉള്ള ഒരു പേഷ്യന്റിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവരുടെ ഞാൻ ഈ പറഞ്ഞ സെൽസിലെല്ലാം ഒരു എക്സ്ട്രാ ഫാറ്റി ഡെപ്പോസിഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ രീതിയിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിന് നോർമൽ ആയിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി വിത്ത് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് നടക്കാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ട് വെയിറ്റ് ഗെയിൻ ഒരു ക്ലാസിക്കൽ സൈൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്താണ് ബേസിക് ഡിഫറൻസ്? വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ. ഇനി കോമൺ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്, അല്ലെ കോമൺ സൈൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്പർ 1 is hyperglycemia. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻസുലിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇൻസുലിന്റെ ഫംഗ്ഷൻസിൽ വേരിയേഷൻ വരുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബാലൻസ് ആവില്ല. അങ്ങനെ പ്രോപ്പർ സ്റ്റോറേജ് നടക്കാത്തതിന്റെ ഭാഗമായിട്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ഡെവലപ്പ് ചെയ്യാം. സോ ഈ എക്സ്ട്രാ ഉള്ള ബ്ലഡ് ഗ്ലൂക്കോസ് കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്ത് യൂറിൻ വഴി അത് പോവാം. സോ ഗ്ലൂക്കോസ് യൂറിയ കാണാം. യൂറിൻ എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഗ്ലൂക്കോസ് യൂറിയ കാണാം. ബേസിക്കലി ഗ്ലൂക്കോസ് യൂറിയ ഉള്ളതുകൊണ്ട് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഒരു ക്ലാസിക്കൽ സൈൻ അല്ലെങ്കിൽ ഒരു ട്രയാഡ് സൈൻ ആയിട്ട് യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് 3 P's: പോളിയൂറിയ, പോളിഫേജിയ, പോളിഡിപ്സിയ. ഷുഗർ ലെവൽ കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് ഷുഗർ ഓൾമോസ്റ്റ് ഒരു 250 mg/dL മേലിലേക്ക് വരുമ്പോഴത്തേക്കും ഓസ്മോട്ടിക് ഡയോളിസിന്റെ ഭാഗമായിട്ട്, അതായത് ഗ്ലൂക്കോസ് യൂറിൻ വഴി മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റീനൽ ട്യൂബ്യൂളിൽ ഉള്ള ഫിൽട്രേഷൻ റേറ്റ് കുറയുകയും അങ്ങനെ ഒരുപാട് ഫ്ലൂയിഡ് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതായത് ഒരുപാട് ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
ഗ്ലൂക്കോസ് എക്സ്ട്രാ ഫ്ലൂയിഡ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണ് പോളിയൂറിയ ഉണ്ടാകുന്നത്, എക്സസീവ് യൂറിനേഷൻ. ഓക്കെ, ഈ എക്സസീവ് യൂറിനേഷൻ വഴി എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷന്റെ ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ഒരുപാട് ഫ്ലൂയിഡ് ലൂസായി പോയി കഴിയുമ്പോൾ ഡീഹൈഡ്രേഷന്റെ ചാൻസ് കൂടുതലായിരിക്കും. അതുകൂടാതെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് പോളിഫേജിയ. പോളിഫേജിയ ബേസിക്കലി ഒരു ഇനീഷ്യൽ സൈൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നില്ല. പോളിഫേജിയ ബേസിക്കലി ഉണ്ടാവുന്നത് ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ്, അതായത് സെൽസിന് വേണ്ടുന്ന എനർജി പ്രോപ്പർ ആയിട്ട് റിസീവ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയുടെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ടും അതർ ഹോർമോൺസിന്റെ ഇമ്പാക്ട് മൂലമാണ് എന്തുണ്ടാവുന്നത്? പോളിഫേജിയ ഉണ്ടാകുന്നത്. ഓക്കെ, ബേസിക്കലി സെൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ വരുന്നതാണ് പോളിഫേജിയ. ആൻഡ് ദെൻ പോളിഡിപ്സിയ. പോളിഡിപ്സിയ എക്സസീവ് ഡ്രിങ്കിങ്, അതായത് ഭയങ്കരമായിട്ട് തേഴ്സ്റ്റ് ഉണ്ടാകും. ഈ തേഴ്സ്റ്റ് ഉണ്ടാകുന്നതിന്റെ ബേസിക് റീസൺ എക്സസീവ് പോളിയൂറിയ അല്ലെങ്കിൽ പോളിയൂറിയ ഉണ്ടാകുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. സോ നമ്മുടെ കോമൺ ഫിസിയോളജി അല്ലെങ്കിൽ കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് പോളിഫേജിയയും പോളിഡിപ്സിയയും. അടുത്തത് ഡിലേഡ് വൂണ്ട് ഹീലിംഗ്. ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിന് ഒരു വൂണ്ട് ഡെവലപ്പ് ചെയ്താൽ ആ വൂണ്ട് ഹീൽ ആവാൻ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, അതിന്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലഡിനകത്ത് ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ട്. സോ ഈ വൂണ്ടിനകത്ത് ഏതെങ്കിലും ഒരു ബാക്ടീരിയ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയക്ക് ഏറ്റവും സേഫസ്റ്റ് മീഡിയമാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ഒരു സേഫസ്റ്റ് മീഡിയം ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ബെറ്റർ മീഡിയം റിസീവ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ബാക്ടീരിയ ഓർഗാനിസം സോ അത് നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വൂണ്ട് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുമ്പോൾ നോർമലി ഈ ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂള് കുഞ്ഞു ബ്ലഡ് വെസൽസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് ബ്ലഡിന്റെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ റെഡ്യൂസ് ആവും അല്ലെങ്കിൽ അത് കൺസ്ട്രിക്റ്റ് ആവും. സോ ബ്ലഡ് സപ്ലൈ ടുവേർഡ്സ് ദ വൂണ്ട് വിൽ റെഡ്യൂസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ വൂണ്ടിൽ ബേസിക്കലി വൂണ്ട് കാലിലാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയും ആവുന്ന വൂണ്ട്, കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ബേസിക്കലി ഉണ്ടാകുന്ന വൂണ്ടുകൾ ഡിലേ ആയിട്ടായിരിക്കും ഹീൽ ആവുന്നത്. ഓക്കെ, അതിന് ഒരുപാട് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് വൂണ്ട് ഹീലിംഗ് ഡിലേ ആവുന്നത് എന്നുള്ളതിന് ഒരുപാട് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർഗ്ലൈസീമിയ ആണ്. ഓക്കെ, അപ്പൊ ഹൈപ്പർഗ്ലൈസീമിയ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. പ്ലസ് ഹൈപ്പർഗ്ലൈസീമിയ ഒരു ഓർഗാനിസത്തിന് വളരാനായിട്ടുള്ള ഒരു ബെറ്റർ കൾട്ടിവേഷൻ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ഇത്രയൊക്കെ കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ആണ് ഡിലേഡ് വൂണ്ട് ഹീലിംഗിലേക്ക് എത്തുന്നത്. ക്ലിയർ? ഇനി അടുത്തൊരു ബേസിക് തിങ് ആണ് യൂറിൻ എക്സാമിൻ ചെയ്യുമ്പോൾ യൂറിൻ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് കീറ്റോൺസ് ആൻഡ് അസറ്റോൺസിന്റെ പ്രസൻസ്. ഓക്കെ, സോ യൂറിനിൽ കീറ്റോൺസിന്റെയോ അല്ലെങ്കിൽ അസറ്റോണിന്റെയോ പ്രസൻസ്. ബേസിക്കലി കീറ്റോൺ ആൻഡ് അസറ്റോണിന്റെ പ്രസൻസ് വരുന്നത് ഫാറ്റി ആസിഡ്സ് ബേൺ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, അതായത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കഗോൺ ആക്ടിവേഷൻ ഉണ്ടാകുമ്പോൾ, ഓക്കെ, എക്സ്ട്രീം ഹൈപ്പർഗ്ലൈസീമിയ വരുന്ന സമയത്ത് ഒരു സെൽസിന് പ്രോപ്പർ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഫ്യൂവൽ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കഗോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. കാരണം ഗ്ലൂക്കഗോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഫാറ്റി ആസിഡ്സ് ബേൺ ആവുന്നത്. ക്ലിയർ? അങ്ങനെ ഫാറ്റി ആസിഡ്സ് ബേൺ ആവുമ്പോൾ വരുന്ന ഒരു സൈൻ ആണ്, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് ബേൺ ആവുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന കോമ്പണൻസ് ആണ് കീറ്റോൺ ബോഡീസ്. അങ്ങനെയുള്ള കീറ്റോൺ ബോഡീസ് യൂറിൻ വഴി ആയിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യേണ്ടാവുക. അതാണ് യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് കീറ്റോൺസ് അല്ലെങ്കിൽ അസറ്റോൺ. അസറ്റോൺ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്രൂട്ടി ബ്രെത്ത്. അങ്ങനെ ഈ ഒരു സൈൻ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്ററി സൈൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഓക്കെ, ബേസിക്കലി ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡയബറ്റിക് കീറ്റോഅസിഡോസിസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ മറക്കാതെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസിന്റെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇത് റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് സിംറ്റംസ് ഉണ്ട്, ബട്ട് ബേസിക് സയൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്,
അതർവൈസ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്. ടൈപ്പ് 1 ഡയബറ്റീസ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ആയതുകൊണ്ട് തന്നെ ഡയബറ്റീസ് അസോസിയേറ്റഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ആണ് യൂഷ്വലി നമ്മൾ പെർഫോം ചെയ്യുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. സോ GAD ആൻറ്റിബോഡി ടെസ്റ്റ് ആണ് കോമൺ ഇന്ത്യയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദെൻ ഐലറ്റ്സ് ഓട്ടോ ആൻറ്റിബോഡി ടെസ്റ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഡയബറ്റീസ് അസോസിയേറ്റഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ആണ് യൂഷ്വലി ടൈപ്പ് 1 ഡയബറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ ബ്ലഡ് ഷുഗർ ചാർട്ടിംഗ്, റെഗുലർ ബ്ലഡ് ഷുഗർ ഇവാലുവേഷൻ, HbA1c ടെസ്റ്റ് യൂഷ്വലി നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. ബട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് വരുവാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസിൽ റെഗുലർ ആയിട്ട് നമ്മൾ തെറാപ്യൂട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് HbA1c അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. ബേസിക്കലി നമ്മൾ ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ചെയ്യുമ്പം നമ്മളുടെ ബോഡിയിൽ ലാസ്റ്റ് 3 മന്തിന് ബ്ലഡ് ഷുഗർ ഇവാലുവേറ്റ്, അതായത് ബ്ലഡ് ഷുഗർ ഏത് രീതിയിലായിരുന്നു കഴിഞ്ഞ 3 മാസം, ഓക്കെ, അങ്ങനെ ഒരു ക്ലിയർ പിക്ചർ ആണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റിംഗ്, റെഗുലർ റാൻഡം ബ്ലഡ് ഷുഗർ റെഗുലർ മോണിറ്ററിംഗ് ആൻഡ് ദെൻ PPBS. ഓക്കെ, ഇത് രണ്ടിലും ടൈപ്പ് 1 ഡയബറ്റീസിലും ടൈപ്പ് 2 ഡയബറ്റീസിലും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് റെഗുലർ പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ആണ്. സോ സീറം ഗ്ലൂക്കോസ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മാനേജ്മെന്റിലേക്ക് പോവാം. ഓൾമോസ്റ്റ് ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ബേസിക് ഗോൾ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ബ്ലഡ് ഷുഗർ വിത്തിൻ നോർമൽ. ഓക്കെ, അതിന് ഒരുപാട് റെമഡീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, മെഡിക്കേഷൻസ് അഡോപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറ്റ് മോഡിഫിക്കേഷൻ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ബേസിക്കലി നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഇൻസുലിൻ ഒരു ബേസിക് മാനേജ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? കാരണം ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസുലിൻ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് ലൈഫ് ഇൻസുലിൻ കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊരു റിവേഴ്സിബിൾ കണ്ടീഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ത്രൂ ഔട്ട് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇൻസുലിൻ മാത്രമായിരിക്കും ഇവിടുത്തെ ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസിനെ നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന വേറൊരു പേരിൽ വിളിക്കാറുണ്ട്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ക്ലിയർ? ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, റെഗുലർ അസസ്മെന്റ് ഓഫ് ഷുഗർ. ഓക്കെ, സോ അതും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നമുക്ക് കോംപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ അസസ് ചെയ്യണം. അത് നമുക്ക് കോമൺ മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ടൈപ്പ് 1 ഡയബറ്റീസിന്റെ മെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. ഇനി ഇത് നമ്മൾ കുട്ടികളിലാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സംശയം വരാം. ഈ കുട്ടികളിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണ്ടേ? ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ലൈക്ക് ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഫോംസിൽ എന്തെങ്കിലും അവൈലബിൾ ആണ്? നോർമലി നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത് OH ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് ആണ് ടാബ്ലറ്റ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ OH കംപ്ലീറ്റ്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസിൽ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഇൻസുലിൻ മാത്രമാണ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇഫക്റ്റീവ് അല്ല. ഓക്കെ, അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി കമ്മിങ് ടു ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡയറ്റ് മോഡിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അതുകൂടാതെ എക്സസൈസ് ചെയ്യാം. ഡയറ്റിൽ ആഡഡ് ഷുഗർ അവോയ്ഡ് ചെയ്യാം. ഇനി ഡയറ്റിനെ കുറിച്ചും റെഗുലർ എക്സസൈസിനെ കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഞാൻ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. ഡയറ്റ് മോഡിഫിക്കേഷൻ വേറസ് ആഡഡ് ഷുഗർ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മൾ എപ്പോഴും ഡയറ്റ് കൊടുക്കുമ്പോൾ മിനിമം ഒരു 5 മീൽസ്, അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഡയറ്റിന്റെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് എമൗണ്ട് കുറയ്ക്കുക. ഓക്കെ,
ആൻഡ് ഫ്രീക്വൻസി കൂട്ടുക എമൗണ്ട് കുറയ്ക്കുക, ഇത് രണ്ടും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാലറീസ് ഒരിക്കലും ലൂസ് ആവരുത്. അതായത് നമ്മൾ ഒരു മനുഷ്യന് ബേസിക്കലി ആവശ്യമായിട്ടുള്ള അത്രയും റിക്വയർഡ് കാലറീസ് നിർബന്ധമായിട്ട് മീറ്റ് ചെയ്യണം. ഓക്കെ, സോ സ്മോൾ ഫ്രീക്വന്റ് ഡയറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. Then exercise. Why exercise is important? Because when we perform activities, കുറേയധികം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി വേണം. അപ്പോൾ ബ്ലഡിലും ഗ്ലൂക്കോസ് ഒരുപാട് യൂട്ടിലൈസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യും. അപ്പോൾ എക്സസൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ്. സോ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. സോ ടാബ്ലറ്റ്സ് കൊടുക്കാം. ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ഒരു പരിധി വരെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഇൻസുലിൻ, അതായത് നമ്മുടെ ബോഡിയിൽ എത്ര ഇൻസുലിൻ ആണ് ഉള്ളത് ആ ഇൻസുലിനെ മാക്സിമൈസ് ചെയ്യും, ആ ഇൻസുലിൻ്റെ ഫങ്ഷനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് ഈ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസിന് സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇൻസുലിൻ ഒരു ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഇൻസുലിൻ കൊടുത്തേ ഇത് മാനേജ് ചെയ്യാവുള്ളൂ, അങ്ങനെയല്ല. ടൈപ്പ് 2 ഡയബറ്റീസിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാതെ വരുമ്പോൾ നമുക്ക് ഇൻസുലിൻ കൊടുത്ത് ബാലൻസ് ചെയ്യാം. എന്നിരുന്നാലും ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിന് നമുക്ക് വേറൊരു പേരിൽ വിളിക്കാം, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, സോ ടൈപ്പ് 1 ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ്, ടൈപ്പ് 2 നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ്. ഓക്കെ, ടൈപ്പ് 1 ഇൻസുലിൻ ഇസ് ദ ഓൺലി വൺ ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇവിടെ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് ആസ് വെൽ ആസ് ഇൻസുലിൻ ബോത്ത് ക്യാൻ ബി ഗിവൺ. പക്ഷേ ടൈപ്പ് 1 ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് കംപ്ലീറ്റ്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ ഇത് രണ്ടും ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ക്ലിയർ? ആൻഡ് ഓക്കെ, സോ ദീസ് ആർ ദ മാനേജ്മെന്റിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കോമൺ മാനേജ്മെന്റിൽ നമ്പർ 1 റെഗുലർ അസസ്മെന്റ്. റെഗുലർ അസസ്മെന്റ് ഓഫ് ബ്ലഡ് ഷുഗർ, regular assessment of urine, regular assessment of skin. Okay, so regular ആയിട്ട് പേഷ്യന്റിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് വൈ റെഗുലർ അസസ്മെന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്? എന്തിനാണ് നമ്മൾ റെഗുലർ ആയിട്ട് അസസ് ചെയ്യുന്നത്? അതായത് കോംപ്ലിക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. നമ്മൾ ഇതിനു മുമ്പ് ഡയബറ്റിക് കീറ്റോ അസിഡോസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സോ അത് വാച്ച് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പറോസ്മോളാർ, ഹൈപ്പർഗ്ലൈസിമിക്, നോൺ കീറ്റോട്ടിക് കോമ. ഓക്കെ, സോ ടൈപ്പ് 2 വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പറോസ്മോളാർ ആൻഡ് ഹൈപ്പർഗ്ലൈസിമിക് നോൺ കീറ്റോട്ടിക് കോമ. ഓക്കെ, അപ്പൊ ഈ കോംപ്ലിക്കേഷൻസ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, ഇതിന്റെ സൈൻസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. ഓക്കെ, സോ ബ്ലഡ് ഷുഗർ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ ഫ്രീക്വന്റ് ഇവാലുവേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രിവെന്റ് കോംപ്ലിക്കേഷൻസ്. ഫൈൻ, നെക്സ്റ്റ് ഹെൽത്ത് ടീച്ചിങ്. സോ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിന് ഹെൽത്ത് ടീച്ചിങ് റിഗാർഡിംഗ് മെഡിക്കേഷൻ, ഹെൽത്ത് ടീച്ചിങ് റിഗാർഡിംഗ് ഡയറ്റ് ആൻഡ് എക്സസൈസ്, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഹെൽത്ത് ടീച്ചിങ്, അതായത് ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിന് എന്തൊക്കെ ഹെൽത്ത് ടീച്ചിങ് ആണ് നെസസറി ആയിട്ടുള്ളത്, അതൊരു നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയാം. സോ ഈ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വെരി നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് type 1 diabetes and type 2 diabetes in the difference and important overviews are. So I just conclude this. Type 1 diabetes is autoimmune diabetes where insulin is completely absent. It is characterized by hyperglycemia and weight loss is the classical sign. And whereas type 1 diabetes basically occurs in children, that is the reason why this is considered as juvenile diabetes. As insulin is absent, the choice of treatment is only insulin, so it is otherwise considered as insulin dependent diabetes mellitus. Whereas type 2 diabetes acute diabetes ആണ്, അഡൽട്ടിൽ വരുന്ന ഡയബറ്റീസ് ആണ്, ഇൻസുലിൻ്റെ അളവ് കുറവായിരിക്കും. ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജന്റ് വെച്ചോ അല്ലെങ്കിൽ ഇൻസുലിൻ വെച്ചോ ട്രീറ്റ് ചെയ്യാം. കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ്, diabetic ketoacidosis, type 2 hyperosmolar, hyperglycemic, non-ketotic coma. So thank you for watching. Bye bye.